പടം 2D ആണെങ്കിലും 3D ഗ്ലാസ് ആണ് പുള്ളി ഉപയോഗിക്കുന്നത്. കണ്ണു പറഞ്ഞു ഈ തിയേറ്ററിനകത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് സിനിമ പ്രത്യേകതരം ഗ്ലാസ് ദീർഘവീക്ഷണത്തിന് 3D ഗ്ലാസ്. എന്താ പെർഫോമൻസ് യുദ്ധത്തിന് ശേഷം ഇത് പൊട്ടൂല, ഈ ബൊമ്പൊന്നും പൊട്ടൂല, അവിടുന്ന് വന്നതാണ്. അത് കൊള്ളായിരുന്നു, സന്തോഷമായി. സിനിമ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ ഒന്നും പറയാനില്ല. കാണാൻ വരുന്നവരൊക്കെ കാണാൻ വരട്ടെ, നാളെ അറിയട്ടെ. ബാക്കി അറിഞ്ഞിട്ട് ഞാനൊരു വരവ് അതൊന്നും പറയാൻ പറ്റില്ല. നമ്മള് എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരില്ല. നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാൽ സന്തോഷം. എന്തൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടാ ഏത് വഴി എൻജിന്റെ അഭിപ്രായം എടുക്കാം. അടിപൊളി പടം കേട്ടോ, അടിപൊളി പടം കേട്ടോ. എങ്ങനെ ചെയ്തെന്ന് പുറത്ത് പറയണ്ട, ആരും അറിയണ്ട. മണ്ടൊന്നും മാറ്റി പിടിക്കും. അയ്യോ തള്ളല് തള്ളല് തള്ളല്. നിന്ന രണ്ട് വാക്ക് പറയുന്നത് ഇത് രാത്രി സിനിമ കാണുമ്പോൾ ഇടുന്ന നൈറ്റ് ഗ്ലാസ് ആണ്. പടം 2D ആണെങ്കിലും 3D ഗ്ലാസ് ആണ് പുള്ളി ഉപയോഗിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടോ പടം കണ്ടേ? എന്റെ പറ്റിയ രണ്ട് അഭിപ്രായം, എന്റെ കംബാക്ക് എല്ലാ വർഷവും കംബാക്ക് അല്ല പടം തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്നാണ്. അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, എൻഗേജിങ് ആയിരുന്നു. എന്താ പറയുക, പെർഫോമൻസസ് എല്ലാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുറെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. പുതിയ ആൾക്കാരൊക്കെ കൊള്ളായിരുന്നു, പഴയ ആൾക്കാരൊന്നും അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. മ്യൂസിക്, സ്കോറ് എല്ലാം. അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. ക്ലൈമാക്സ് കുറച്ച് അധികം ഇമ്പ്രസീവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രഡിക്ഷൻ വെച്ച് മൂവ് ചെയ്തു, എത്ര ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലുള്ള പരിപാടി ഡെലിവറി ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അതും ഭയങ്കര പ്രതീക്ഷിക്കാം. ഞാൻ കെവിൻ്റെ കൂടെ ആയിരുന്നു, സോഫി ചേച്ചിയുടെ മോൻ്റെ കൂടെ. പുള്ളി അല്ലെങ്കിൽ പോവല്ലേ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ പറയുന്നത് നീ കോമഡി അല്ലാത്ത സ്വിച്ചാണ് എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രസീവായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് പറഞ്ഞ മനസ്സിലായി. അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഹ്യൂമർ പരിപാടികളാണല്ലോ വരുന്നത്. പക്ഷെ നീ ഹ്യൂമർ ഈ സാധനം എടുത്തിട്ട് ബോംബെയിൽ കൊണ്ടുപോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട്. ഹ്യൂമർ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിൻ്റെ കൈകാര്യവും കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിരുന്നു. But overall it's very good. Right? എത്ര ഫലം പിടിക്കണേ. ചേച്ചി
ഓക്കെ ശരി ഞാൻ ചേട്ടൻ്റെ അടുത്ത് സോഫിയ മാമിൽ ആദ്യം ഒരു ഡയറക്ടോറിയലാണ് ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിപ്പെട്ട ഏതെങ്കിലും പറയാൻ സമയം കൊടുക്കും. മാത്രം കിട്ടിയത് ഞാൻ ചേട്ടാ ബബ്ബന്റെ ഒരു വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു 5-ാം തീയതി ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ബാക്കി നാളെ ഇത് പറ ബബ്ബന്റെ അപ്ഡേറ്റ് വന്നെന്ന് പറഞ്ഞ പോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. എപ്പോഴാണ് ജൂലൈയിലാ? അല്ല അപ്ഡേറ്റ് ബിഗ് അനൗൺസ്മെന്റ് ആണോ? ഇന്നിപ്പോ ഒരു പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ദിലീപേട്ടൻ്റെ. ഇനിയും ബിഗ് അനൗൺസ്മെന്റ് എന്നെ വല്ല മാറ്റിയോ അതായിരിക്കും. ഈ യൂണിവേഴ്സിറ്റിപ്പെട്ട സ്റ്റോറി തന്നെയാണ് ഡയറക്ടോറിയൽ വേണ്ടി അപ്രോച്ച് അല്ലല്ല വേറെ പരിപാടി ഇവിടെ വേണമായിരുന്നു. ഞാൻ ചേട്ടാ ഒരു DC പ്രതീക്ഷിക്കാം ഞാൻ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇല്ലടാ മതി. നിനക്ക് ചാൻസ് വേണോ? നീ ഉറപ്പിക്കണോ? ചാൻസ്